അമ്മയുടെ കയ്യിൽ നിന്ന് വെള്ളത്തിലേക്ക് മുങ്ങിത്താണ കുഞ്ഞ് കല്യാണിയെ വാരിയെടുത്തത് ആലുവ ഉളിയന്നൂരിലെ UK സ്കൂബ ടീം അംഗങ്ങളാണ്. 3 വയസ്സുകാരിയുടെ ചേതനയേറ്റ ശരീരം ചാലക്കുടി പുഴയിൽ നിന്ന് കണ്ടെടുത്തപ്പോൾ രക്ഷാപ്രവർത്തകർക്കും അതൊരു തീരാവേദനയായി. ഈ തൂണിന്റെ ചുവട്ടിൽ തന്നെയാണ് കുഞ്ഞിനെ കണ്ടെത്തിയത് അല്ലേ? അല്ല, ആ തൂണിന്റെ കുറച്ച് മാറി, മൂന്നാമത്തെ തൂണിന്റെ കുറച്ച് മാറിയിട്ടാണ് കണ്ടെത്തിയത്. കുറച്ച് പുറത്തേക്ക് മാറിയിട്ടാണ് ഉണ്ടായത്. ഈ തെരച്ചിലിൽ മഴയായിരുന്നു ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. നല്ല മഴയും ആഴവും മരങ്ങളും അടിയിൽ വെല്ലുവിളി തന്നെയാണ്. അടിയിൽ ഒഴുക്കില്ല, മുകളിലുള്ള അടിയിലേക്ക് വലിയ കാര്യമായിട്ട് ഒഴുക്കില്ല. ശക്തമായ മഴയും വെളിച്ചക്കുറവും ഞങ്ങൾക്ക് നല്ലൊരു വെല്ലുവിളി തന്നെയായിരുന്നു. പക്ഷേ ഞങ്ങൾക്കും അതേപോലുള്ള മക്കള് ഉള്ള ആളുകളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ആലുവ പെരിയാറിൽ ഉളിയന്നൂർ കുഞ്ഞുണ്ണിക്കര സ്കൂബ ടീം എന്ന സന്നദ്ധ സേവനം ചെയ്യുന്ന ആളുകളാണ്. ഞങ്ങൾ വർഷങ്ങളായി പെരിയാറിൽ അപകടത്തിൽപ്പെടുന്ന ആളുകളെ രക്ഷപ്പെടുത്താനും മരണപ്പെട്ടു പോകുന്ന ആളുകളുടെ മൃതദേഹങ്ങൾ പുഴയുടെ ആഴത്തിൽ നിന്ന് മുങ്ങിയെടുക്കാനും സന്നദ്ധ സേവനം നടത്തുന്ന ഒരു ടീമാണ് UK സ്കൂബ ടീം. ഞങ്ങൾ മുങ്ങിയിട്ടുന്ന നല്ല ആഴമുള്ള സ്ഥലമാണ്, നല്ല ഒഴുക്കുണ്ട്. പിന്നെ അടിയിൽ ഈ പറഞ്ഞ ഡേഞ്ചറായിട്ടുള്ള ചൂണ്ടയുടെ വലയുണ്ട്, ചൂണ്ട കുളത്തുകളുണ്ട്. അത് ഭയങ്കര ഡേഞ്ചറാണ്. കാലിക്ക് നമ്മൾ ആദ്യം മുങ്ങി, അപ്പം മുങ്ങിയിട്ട് എത്തിയില്ല. അപ്പോൾ ചൂണ്ടക്കുളത്തും വലയൊക്കെ ഒരു ഡേഞ്ചറായതിൻ്റെ പേരിൽ നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്വിപ്മെന്റ്സ് വെച്ചിട്ട് മുങ്ങിയത്. എന്നാലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇറങ്ങുമ്പോൾ. പ്രതീക്ഷ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അവിടെ നമുക്കൊരു 90% ഉണ്ടായില്ല. പക്ഷെ എന്നാലും പറഞ്ഞ ഒരു ഇതുണ്ടായി. ഞങ്ങൾ സാധാരണ ഞങ്ങൾക്ക് ദൈവം ഞങ്ങളെ കനിയാറുണ്ട്. ഈ പറഞ്ഞ കാര്യം ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊന്നും മോശമായിട്ടില്ല. പിന്നെ വളരെ ഇതായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ഫെയിലായി പോയിട്ടുള്ളൂ. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇല്ല, ഇതിലെന്ന് വെച്ചാലേ ഇതേപോലെ തന്നെ ഒരു കൊച്ചിന് ഈ എത്താണി ഭാഗത്തുനിന്ന് ആലുവ മാർത്താണ് പാലത്തിൻ്റെ സ്കൂൾ യൂണിഫോം കൂടി ഇട്ടായിരുന്നു. അത് ഞങ്ങൾ തന്നെ അന്ന് എടുത്തത്. ഭയങ്കര സങ്കടം വന്നു. അതിലേറെ സങ്കടമാണ് ഇതും. കൊച്ചുങ്ങൾ എന്ന് പറയുമ്പോൾ ആത്മഹത്യ ചെയ്താൽ നമ്മൾ കുറച്ച് പെൻഡിങ് ആക്കും. മറ്റേ ഇതെന്ന് പറഞ്ഞ ഒരു അപകടത്തിൽ പെട്ടെന്ന് വരും. ഇങ്ങനെ ആത്മഹത്യ എന്താ ഞങ്ങൾ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അത് ഇതൊരു കുഞ്ഞല്ലേ, 3 വയസ്സ്. ഇതെന്തായാലും ഞങ്ങൾ വരും. ഞങ്ങൾ ഈ നട്ടപാതിര നേരത്തും ഞങ്ങൾ ഇതിനു വേണ്ടി ആലുവയിൽ നിന്ന് ഇവിടെ എത്തിയത്. നിങ്ങൾ എത്തിയത് വളരെ പെട്ടെന്ന് തന്നെയെങ്കിലും ജീവനറ്റ അവസ്ഥയിലാണെങ്കിലും കണ്ടെടുക്കാനായി ഒരാശ്വാസം. ദൈവത്തിന്റെ അനുഗ്രഹമാണ്. നമ്മൾ പ്രവർത്തിക്കുന്ന ദൈവം നമുക്ക് കനിഞ്ഞതിന്റെ പേരിൽ നമ്മൾ ചെയ്യുന്നു മാത്രം. ആളുകളുടെ ബുദ്ധിമുട്ടായിരുന്നല്ലോ. കനത്ത മഴയെയും ഒഴുക്കിനെയും ഒക്കെ തൃണവൽഗണിച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പക്ഷേ ചേതനയേറ്റ അവളുടെ കുഞ്ഞു ശരീരമാണ് കണ്ടെടുക്കാനായത്. എങ്കിലും നേരം പുലരും മുൻപ് തന്നെ കുഞ്ഞു ശരീരം കണ്ടെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റാനായി. അതേസമയം പോസ്റ്റ്മോർട്ടം നടപടികൾ നാളെ നടക്കും. കൂടാതെ അമ്മയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നാളെ തീരുമാനമുണ്ടാകും. കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തിയ സാഹചര്യത്തിൽ നാളെ അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യും. അതേസമയം തെരച്ചിൽ പൂർത്തിയാക്കി ഫയർഫോഴ്സ് സംഘങ്ങളും പോലീസും ഒക്കെ തിരികെ മടങ്ങുകയും ചെയ്യുന്നു. രാത്രി ഒരു 9:30 മണിക്ക് തുടങ്ങിയ മഴയാണ്. ആ മഴ ഇപ്പോഴും തുടങ്ങിയ അതേ തരത്തിൽ തന്നെ അതേ തീവ്രതയോടെ പെയ്തുകൊണ്ടിരിക്കുന്നു. കാറ്റുണ്ട്, ഒഴുക്കുണ്ട്, തണുപ്പുണ്ട്. പക്ഷേ അതിനെല്ലാം അതിജീവിച്ചായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയത്.